ഏയ് നിൽക്കവിടെ. ഇവളിതവിടെ പോയി. അല്ല, ആരാണ് അവൾ? എന്തിനാണ് അവൾ ഓടിയ? അതെ, ആരാ നീ? ശിവാനി, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ശിവാനി, ഇവിടെ വേറൊരു പെണ്ണോടി വന്നായിരുന്നു. നീ കണ്ടായിരുന്നോ? ഏത് ഭാഗത്തേക്കാ പോയ? ഇതിലൂടെയായിരുന്നു. പെണ്ണോ? ഏത് പെണ്ണ്? നീ ആരെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവാനി, നീ വിചാരിച്ച പോലെ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമൊന്നല്ല ഉള്ളത്. വേറെ ആരും ഉണ്ട്. എന്താ? വേറെ ആൾക്കാരോ? വെറുതെ തമാശ പറയല്ലേ തൃശ്ശൂർ. ശിവാനി, ഞാൻ തമാശ പറഞ്ഞൊന്നല്ല. ഞാൻ എന്റെ കണ്ണോട് കണ്ടത് ഒരു പെണ്ണ് ഓടിപ്പോകുന്നത്. അവൾ ആരാന്നറിയാൻ അവളുടെ പിന്നാലെ ഓടി നോക്കി. പക്ഷെ അവൾ രക്ഷപ്പെട്ടു. ആരായിരിക്കും ശിവാനി ഇത്? എനിക്കെന്തോ ഈ സ്ഥലത്ത് ഒരുമാതിരി നിഗൂഢതയൊക്കെ ഫീൽ ചെയ്യുന്നു. തൃശ്ശൂർ, അങ്ങനെയൊന്നും ഒന്നുമില്ല. നീ ആരെയും കണ്ടിട്ടുണ്ടാവില്ല. ഈ സ്ഥലത്ത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ? അവൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. പോയി നോക്കി ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റുമ്പോ. ആരും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ തൃശ്ശൂർ. അതങ്ങ് വിട്ടേക്ക്. എന്റെ ശിവാനി, ശരിക്കും ഉള്ളത് തന്നെയാ. ഞാൻ കാണിച്ചുതരാം, നീ വാ. ഇവിടെ വേറെ ആരും ഇല്ലെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. ശിവാനി, എന്തു പറ്റി നിനക്ക്? എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഡാഡി, ഡാഡിയോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ മോനെ, അറേഞ്ച്മെന്റ്സ് ഒക്കെ പോരാന്നുണ്ടോ? കുറച്ചുകൂടെ ഗ്രാൻഡ് ആക്കണോ? അതല്ല ഡാഡി. പിന്നെ തൃശ്ശൂർ ശരിക്കും ഡാഡിയെ വിളിച്ചിരുന്നോ? എന്താ എന്താ നിനക്കൊരു സംശയം പോലെ? അല്ല, അവൻ വിളിച്ചപ്പോ ഡാഡി മാത്രല്ലേ സംസാരിച്ചുള്ളൂ. അതുകൊണ്ട് ചോദിച്ചത്. ഞാൻ അവന്റെ അച്ഛനാ, അതുകൊണ്ടാ സംസാരിച്ചത്. വേറെന്തെങ്കിലും? അവൻ ഏത് ഫ്രണ്ടിന്റെ കൂടെയാന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ഡാഡി, അവൻ വിളിച്ചപ്പോ ഫോൺ എനിക്കും തരായിരുന്നില്ലേ? അവനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കായിരുന്നല്ലോ. വന്നിട്ട് ചോദിച്ചു മനസ്സിലാക്കിക്കോ. ഡാഡി, എനിക്കൊരു ഡൗട്ട്. ഞാൻ വിളിക്കുമ്പോ അവനെ കിട്ടുന്നേ ഇല്ല. അപ്പൊ ഡാഡി എങ്ങനെയാ വിളിച്ചേ? അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഡാഡി, ആ നമ്പർ എന്താ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആദ്യം ഒരു നമ്പറിൽ നിന്ന് അവൻ എന്നെ വിളിച്ചു. പക്ഷെ ഇപ്പൊ അവൻ എന്നെ വിളിച്ചത് മറ്റേതോ നമ്പറിൽ നിന്നാ. ഡാഡി സത്യം തന്നെയാണ് ഈ പറയുന്നത്. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ നീ കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഡാഡി, എനിക്കും തൃശ്ശൂരിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവൻ ഇനി ഒരിക്കൽ കൂടി വിളിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഫോൺ തരാം. അപ്പൊ സംസാരിച്ചു. ഡാഡി പറയുന്ന സത്യമാണെങ്കിൽ തൃശ്ശൂർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാണോ? മായാങ്കിരിന്ന് അത്ര ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. തൃശ്ശൂർ, എന്താ പറ്റിയേ? ഞാൻ നേരത്തെ അങ്ങനൊക്കെ പറഞ്ഞതുകൊണ്ട് വിഷമായോ നിനക്ക്? ദേഷ്യമാണോ എന്നോട്? എനിക്ക് ദേഷ്യമൊന്നുമില്ല ശിവാനി. നമുക്കെന്തെങ്കിലും സംശയം വരുമ്പോ അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷമായിരിക്കും. അതിനൊരു ചാൻസ് പോലും നീ തന്നില്ലെന്നുള്ളതാ. അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഇപ്പൊ എന്താ? ആ സ്ഥലത്തേക്ക് പോയി നിനക്കൊന്ന് നോക്കണം. വാ, പോയി നോക്കാം. ശിവാനി, നീ ഇതെന്തേ പറയുന്നേ? ഇപ്പൊ നോക്കി അവൾ അവിടെ ഉണ്ടാവുന്ന? ഫസ്റ്റ് ഓഫ് ഓൾ, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടോന്ന് തന്നെ എനിക്ക് സംശയം തോന്നിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ അവളെ വീണ്ടും അന്വേഷിച്ച് പോയി കൺഫ്യൂഷൻ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നല്ലാതെ നീ ഇങ്ങനെ വിഷമിച്ചോണ്ടിരുന്ന ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? എനിക്കും വിഷമം വരും കേട്ടോ. നീ വിഷമിക്കൊന്നും വേണ്ട. ഞാനതങ്ങ് മറന്നു കളഞ്ഞാ പോരെ. ശിവാനി, ഈ പഴം നിനക്ക് എവിടെ നിന്ന് കിട്ടിയേ? ഇവിടെ ഈ കാട്ടീന്ന് കിട്ടിയതാണോ? അല്ല, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ചോദിക്കുന്ന കേട്ടില്ലേ? ശിവാനി, ഈ പഴം കാണുമ്പോ നിനക്കൊന്നും ഓർമ്മ വരുന്നില്ലേ? ഓർമ്മയോ?
ശിവാനി, നമ്മള് ട്രിപ്പ് പോയ സമയത്ത് ഇതുപോലൊന്നും ഞാൻ കൊണ്ടുവന്നായിരുന്നില്ലേ? ഏയ്, അത് നിന്റെ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയതിനു ശേഷം നമ്മൾ പോയത് ഓർമ്മയില്ലേ നിനക്ക്? അതെ അതെ അതെ, ഞാൻ പറഞ്ഞപ്പോഴാണ് നിനക്ക് ഓർമ്മ വന്നത്. ഇങ്ങനെ പോയാൽ ചിലപ്പോ നീ എന്നെ തന്നെ മറക്കുമല്ലോ. ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല തൃശ്ശൂർ. നിനക്കത് ഓർമ്മയുണ്ടോ ഇല്ലോ എന്നറിയാൻ പരീക്ഷിച്ചു നോക്കിയതാ. ഈ വക ഡയലോഗിനൊന്നും ഒരു കുറവില്ല. എന്താ പറഞ്ഞ? ഏയ്, ഒന്നുമില്ല. എന്നെ നീ നന്നായിട്ട് ടെസ്റ്റ് ചെയ്തെന്ന് പറയായിരുന്നു. ശിവാനി, നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം എന്താ സംഭവിച്ചേ? അത് അത് അതെന്നൊക്കെ പറയാതെ എന്താന്ന് വെച്ചാ പറയുന്നേ. നീ എനിക്ക് പഴങ്ങള് കൊണ്ടു തന്നു. നീ പഴങ്ങള് കൊണ്ടു തന്നു. നീ പഴം കൊണ്ടു തന്നിട്ട് പഴം കൊണ്ടുവന്ന് തിന്നുകയും ചെയ്തു. പക്ഷെ ഫ്ലാഷ് ബാക്ക് മുന്നോട്ട് പോകുന്നില്ലല്ലോ. പിന്നെ എന്താ സംഭവിച്ചെന്ന് പറ ശിവാനി. ഇതെന്താ ഒന്നും ഇടാതെ അങ്ങ് തിരിഞ്ഞു നിൽക്കുന്നേ? എന്താ ഒന്നും ഓർമ്മയില്ല നിനക്ക്? സംസാരിക്ക് ശിവാനി. ശിവാനി, നിനക്ക് എന്താ പറ്റിയേ? തൃശ്ശൂർ, ദയവേത് നീ പഴയതൊന്നും എന്നോട് ചോദിക്കല്ലേ. അതെന്താ, നിനക്കതൊന്നും ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട് തൃശ്ശൂർ. നീ വീണ്ടും വീണ്ടും അതെന്നെ ഓർമ്മിപ്പിക്കുമ്പോ എനിക്ക് നിന്നോടുള്ള പ്രണയം കൂടിക്കൂടി വരും തൃശ്ശൂർ. അതുകൊണ്ട് ദയവേത് അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കല്ലേ. ഇതെന്താ ശിവാനി എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? പ്രണയം കൂടാന്നൊക്കെ പറഞ്ഞ അത് നല്ലതല്ലേ? നിനക്കത് മനസ്സിലാവാത്തോണ്ടാ. എനിക്ക് അത് ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. വിട്ടേക്ക്. ശരി, വിട്ടേക്ക്, ചോദിക്കുന്നില്ല. ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ. ആമ്പിള്ളേരുടെ വായ അടയ്ക്കാൻ വേണ്ടി നിനക്കൊന്നും മനസ്സിലാവില്ല, വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിവാക്കിക്കോളും അല്ലേ? പൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ തൃശ്ശൂര് വീട്ടിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? പൂജയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. എന്നിട്ടും അവൻ ഇതുവരെ വന്നില്ലല്ലോ. മുതലാളി, അവനെന്ത് ഇത്രയും വരാൻ താമസിക്കുന്നത്? പറഞ്ഞ സമയത്ത് തന്നെ വരാമായിരുന്നില്ലേ? ദിഗ്വിജയ, അവൻ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? നമ്മളെല്ലാവരും അവനെ കാത്തിരിക്കാന്ന് അറിയില്ലേ അവന്? ഡാഡ്, അവനെ ഫോൺ വിളിച്ചിട്ട് ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കേ. ഞാൻ വിളിച്ചു നോക്കി, നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. നോട്ട് റീച്ചബിളോ? അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്തൊന്ന് പറഞ്ഞുകൂടെ അവന്? വിളിക്കുമായിരിക്കും. അതിനുവേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. ഡാഡി എന്തോ നാടകം കളിക്കാൻ തോന്നുന്നു. മനുഷ്യര് പോലും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ നെറ്റ്വർക്ക് കിട്ടുക? അങ്കിൾ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ഡാഡി, ഇത്രയും നേരം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കൺഫേം ആയി. വീട്ടുകാർക്ക് ഇപ്പൊ മനസ്സിലാവും. ആഹാ, തൃശ്ശൂലാണല്ലോ വിളിക്കുന്നത്. ഹലോ തൃശ്ശൂൽ, ഡാ, എത്ര നേരമായിടാ നിന്നെ വിളിക്കുന്നു? നോട്ട് റീച്ചബിൾ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. തൃശ്ശൂൽ, എടാ, എല്ലാവരും നീ വരാൻ വേണ്ടി കാത്തിരിക്കുക. നീ എപ്പോഴും ഇവിടെ എത്തുക? എന്താ നാളെയോ? അത് പറ്റില്ല, ഇന്ന് തന്നെ വരാൻ പറ. നിന്റെ അമ്മ സമ്മതിക്കുന്നില്ല മോനെ. ഇന്ന് എപ്പോഴെങ്കിലും എത്തണമെന്ന്. ഇന്ന് എപ്പോഴെങ്കിലും അല്ല, ഇപ്പൊ തന്നെ വരാൻ പറ. നീ കേൾക്കുന്നില്ലേ? എന്താ പറ്റില്ലെന്നോ? മുതലാളി, അവനെന്താ കുട്ടിക്കളി കളിക്കുവാണോ? അവനോട് ഇപ്പൊ തന്നെ വരാൻ പറയൂ. ആ, അതെ, ആ ഫോണിങ് തന്നെ, ഞാൻ അവനോട് സംസാരിക്കാം. അല്ല, അത് ദമയന്തി, അതിങ്ങ് താ. ഹലോ തൃശ്ശൂർ, കേക്കുന്നുണ്ടോ നീ? എന്തെങ്കിലും പറ മോനെ. അമ്മേ, നിന്റെ ശബ്ദം കേട്ടിട്ട് എത്ര ദിവസമായിട മോനെ. നീ എവിടെയാ ഉള്ളത്? നീ ചോദിക്കാതെയും പറയാതെ ഇവിടുന്ന് പോയപ്പോ നിന്റെ ഈ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമായി എന്നുള്ള കാര്യം അറിയോ നിനക്ക്?
അമ്മ ഒന്നും ആലോചിക്കണ്ട, എനിക്കിവിടെ സുഖം തന്നെയാ. എവിടെയാ നീ ഉള്ളത്? ഏത് ഫ്രണ്ടിന്റെ അടുത്താ? അമ്മ ആ ഫോണിങ് തന്നെ. ഹലോ ചേട്ടാ, എവിടെയാ ഉള്ളേ? എപ്പോഴാ വരുന്നേ? വീണോള്, ഞാൻ വന്നേക്കാന്നേ. ഞങ്ങളെല്ലാം നിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ കല്യാണ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യ്, ഞാൻ വന്നേക്കാം. വീണ, എനിക്കിതാ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആ മുത്തശ്ശി. അല്ല മോനെ, നീ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? നീ ഇല്ലാതെ ഈ ശുഭകാര്യം എങ്ങനെയാ നടത്തുക? ഏയ് സ്വീറ്റ് 16, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? ഇനി ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയണോ? പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഗോവിന്ദ, ദാ. ഹലോ. ഹലോ ഗോവിന്ദരമാവ, എന്താ ഒരുപാട് ജോലി ഉണ്ടോ? ഞാനില്ലാത്തോണ്ട് എല്ലാ പണിയും നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കുന്നുണ്ടാവില്ലേ? സോറി അമ്മാവ, ഞാൻ പെട്ടെന്ന് വന്നേക്കാം. ഓക്കെ, വാ മോനെ, വേഗം വാ. നീ ഇല്ലാത്തതുകൊണ്ടേ കല്യാണത്തിന് ഇവിടെ ഒരു സുഖമില്ല. വന്നേക്കാന്നേ. ശിവാനിക്കൊന്ന് ഫോൺ കൊടുത്തേ. മരുമോനെ, അവന് ശിവാനിയോട് സംസാരിക്കണമെന്നാ. ഹലോ ശിവാനി മാഡം, എന്തൊക്കെയുണ്ട്? ഇത് തൃശ്ശൂലല്ലോ. വീട്ടുകാർക്ക് ഞാൻ ഈ കാര്യം മനസ്സിലായ അവരെ സങ്കടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അങ്കിള് കള്ളം പറഞ്ഞതായിരിക്കും. എന്താ മാഡം ഒന്നും മിണ്ടാത്തെ? മാഡം, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നീ വേഗം വീട്ടിലേക്ക് വരാൻ നോക്കേട്ടോ. എന്റെ ഡാർലിംഗ് അവിടെ. എന്റെ ഡാർലിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എന്റെ അമ്മ തന്നെ. അമ്മയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. കൊടുക്കാം. ഹലോ. ഹേയ് ഡാർലിംഗ്, എന്താ സുഖമാണോ? നിന്റെ കാര്യം വിടുമോനെ. നിനക്കവിടെ സുഖമാണോ? നിന്നെ കാത്തിരിക്കും ഇവിടെ എല്ലാവരും. വേഗം ഇങ്ങോട്ട് വാടാ. വരാമേ, വേഗം വന്നേക്കാം. അമ്മേ, ത്രിവിക്രം ബ്രോയ്ക്ക് ഒന്ന് ഫോൺ കൊടുത്തേ. ഹലോ ബ്രോ, എന്തൊക്കെയുണ്ട്? അവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കുന്നില്ലേ? നീ ഇതെവിടെയാ ബ്രോ? വന്നേക്കാം ബ്രോ. ബ്രോ, നിന്നെ ആരും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയേ? പറയ് ബ്രോ. ബ്രോ, അതൊക്കെ ഞാൻ പറയാന്നേ. അവിടെ വന്നിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഞാൻ വന്നേക്കാം. അതും എത്രയും പെട്ടെന്ന് വന്നേക്കാം. ഓക്കെ, ബൈ. ഇപ്പഴാ സമാധാനമായത്. മനസ്സിന് എത്ര സന്തോഷം ഉണ്ടെന്നറിയോ? ശരി, ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും ചെന്ന് ചടങ്ങുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ചെല്ലു ദമയന്തി. മുതലാളി, നിന്നുപോയ ജീവൻ തിരിച്ചു കിട്ടിയ പോലുണ്ട്. ഇനി നോക്കിക്കോ, എല്ലാ കാര്യങ്ങളും ഇനി വേഗം വേഗം നടക്കും. ശിവാനി, നിനക്ക് നമ്മളെ കാണുമ്പോ എന്താ തോന്നുന്നത്? പ്രണയത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ജോഡിയാണെന്ന് തോന്നില്ലേ? അതെങ്ങനെയാ? നോക്ക്, നിന്റെ പ്രണയം ഒന്ന് കൈക്കലാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടി. നിന്നെന്തോരം ശല്യപ്പെടുത്തി, എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കി. അവസാനം നീ തന്നെ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നു. ഇതുപോലെ നീ എന്നെ വിളിച്ചോണ്ട് വരുമെന്ന് മുൻപേ അറിയായിരുന്നെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഈ താലിയന്ത്രം ഞാൻ എപ്പോഴും ഇതുപോലെ പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നേ. തൃശ്ശൂൽ, ഇത് നീ എന്റെ കഴുത്തിൽ ചേർത്താൻ കൊണ്ടുവന്നതാണോ? ആ, സത്യായിട്ടും സത്യായിട്ടും എനിക്കാണോ? എന്താ ശിവാന, നീ മറന്നുപോയോ? ഇത് നിന്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി വന്നപ്പോഴല്ല നീ എന്റെ ചെകിട് നോക്കി ഒരെണ്ണം അടിച്ചേ. വേദനിച്ചത് എന്റെ കവളിനല്ലേ, നിനക്കങ്ങനെ ഓർമ്മയുണ്ടാവാൻ? തൃശ്ശൂൽ, ഇത് നീ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നേ? നിന്റെ മനസ്സെങ്ങാനും മാറി എന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടി വെച്ച് എന്റെ കഴുത്തി കെട്ടാനാ. എന്റെ കഴുത്തി കെട്ടോ? നമ്മൾ ശരിക്കും കല്യാണം കഴിക്കാൻ പോവാണോ? വാ തൃശ്ശൂൽ, നമുക്കിപ്പൊ കല്യാണം കഴിക്കാം. ഇതെന്തീ പറയുന്നേ? വാ തൃശ്ശൂൽ, എനിക്ക് താലി കെട്ടിത്താ. എന്റെ കഴുത്തിലെ താലി എടു തൃശ്ശൂൽ. ഹേ ശിവാനി, വെറുതെ തമാശ പറയില്ലേ? അല്ല, ഞാൻ തമാശയല്ല പറഞ്ഞത്. നീ താലി കെട്ടിത്താ തൃശ്ശൂൽ. ഇപ്പൊ തന്നെ താലി കെട്ട്. ശിവാനി, നീ ഇതെന്തൊക്കെയാ കാണിക്കുന്നത്? കൈ നീട്ടെ. നീ എന്താ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നടക്കില്ലത്. അതെന്താ? ഈ താലി എനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ നീ? ഇത് എന്റെ കഴുത്തിലിടേണ്ട താലിയല്ലേ? കെട്ട് തൃശ്ശൂൽ, താലി കെട്ട് തൃശ്ശൂൽ. ശിവാനി, ഈ താലി കൊണ്ടുവന്നത് നിന്റെ കഴുത്തി കെട്ടാൻ വേണ്ടി തന്നെയാ. പക്ഷെ ഇപ്പൊ അത് നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞോളൂ. എന്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ കെട്ടിയാൽ എന്താ? ശിവാനി, അന്ന് നീ എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിരുന്നില്ലേ?
നിന്നെ എനിക്ക് കിട്ടുന്നുള്ള വിശ്വാസം ഇല്ലായിരുന്നു. എന്നാലും എവിടെയോ എന്റെ മനസ്സിൽ നീ എന്റെ പ്രണയം സമ്മതിക്കും, എനിക്ക് നിന്നെ കിട്ടുമെന്നൊക്കെ തോന്നലുണ്ടായിരുന്നു. അതിനാ ഈ താലി എപ്പോഴും പോക്കറ്റിൽ തന്നെ കൊണ്ടുവരുന്നേ. എന്നുവച്ചാ ഇപ്പൊ നീ എനിക്ക് ഈ താലി കെട്ടിത്തരില്ലേ? ഇല്ല ശിവാനി, ഞാൻ കല്യാണം കഴിക്കുന്നത് എന്റെ അച്ഛന്റെയും അമ്മയുടെ മുന്നിൽ വെച്ചായിരിക്കും. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പൂവിട്ട് ആശീർവദിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം. നമ്മുടെ കല്യാണം കണ്ട് എല്ലാവരും സന്തോഷിക്കണം. നമ്മുടെ ഈ ചേർച്ച കണ്ട് അവരൊക്കെ അതിശയിച്ച് നിൽക്കണം. നീ പറയുന്നതെല്ലാം ശരിയാണ് തൃശൂൽ. പക്ഷെ ഇപ്പൊ നമ്മൾ അവരുടെ മുമ്പിൽ പോയാ നമ്മളെ രണ്ടുപേരെയും തമ്മിൽ അവരകറ്റും. എന്ന് കല്യാണം കഴിഞ്ഞിട്ട് പോയാ നമ്മൾ അംഗീകരിക്കാന്നല്ലാതെ അവർക്ക് വേറെ വഴിയില്ല. എന്താ നീ പറഞ്ഞേ? അവരില്ലാതെ കല്യാണം കഴിക്കാന്നോ? ഹേ ഇല്ല ശിവാനി, എനിക്കെന്തോ ഇത് ശരിയായിട്ട് തോന്നുന്നില്ല. ഇല്ല തൃശൂൽ, നീ അത് ശരിയായിട്ട് ആലോചിക്കാത്തോണ്ടാ. എന്റെ കഴുത്തിലെ താലി കെട്ടി എല്ലാം ശരിയായിക്കോളും. കെട്ട് തൃശൂൽ, പ്ലീസ് താലി കെട്ട്. ശിവാനി പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്ക തൃശൂൽ. ഞാൻ പറയുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയാ. താലി കെട്ടാൻ പറഞ്ഞില്ലേ തൃശൂൽ? താലി കെട്ട് തൃശൂൽ, താലി കെട്ട് തൃശൂൽ. ശിവാനി ഒന്ന് വിട്ടേ, നീ എന്തൊക്കെ ചെയ്യുന്നേ? നിനക്ക് മനസ്സിലാവുന്നില്ലേ? ദിഗ്വിജയ, ദേ നോക്ക്, എല്ലാവരുടെയും മുഖത്ത് ഇപ്പൊ എന്തുമാത്രം സന്തോഷമുണ്ടെന്ന്. തൃശൂലിന്റെ ശബ്ദം ഒന്ന് കേട്ടപ്പോ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇനി അവനിങ് എത്തിയിരുന്നെങ്കിലോ സന്തോഷം ഇതിലും കൂടിയേനെ. എന്താ വല്ലാതിരിക്കുന്നല്ലോ അളിയ? എന്തു പറ്റി അളിയ? ഒന്നുമില്ലടാ, എനിക്കെന്ത് പറ്റാനാ? എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കണ്ടപ്പോ തൃശ്ശൂര് പെട്ടെന്ന് വന്നാ കൊള്ളാമെന്ന് ചിന്തിക്കായിരുന്നു. ഡാഡ്, അവൻ ഇങ്ങ വന്നോളും, ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ. ആ വരട്ടെ, കല്യാണത്തിന് അവനും ഉണ്ടാവും. മുഹൂർത്ത സമയായി, പൂജ തുടങ്ങിക്കോട്ടെ. ആ തുടങ്ങിക്കോളൂ. ഓം ആഭരണ മഹാലക്ഷ്മിയേ നമഃ. ഓം വസ്ത്ര മഹാലക്ഷ്മിയേ നമഃ. ത്രിവിക്രമ, ആരതി എടുക്ക. ഏയ് ത്രിവിക്രം, മരുമോനെ. അളിയൻ എന്താ ഡാഡി? എന്താ പറ്റിയത് നിനക്ക്? നീ വേറെന്തോ ആലോചിച്ചോണ്ട് നിൽക്കുകയാണല്ലോ. ഞാനൊന്നും ആലോചിച്ചില്ലല്ലോ ഡാഡി. ത്രിവിക്രം, ഞങ്ങളെല്ലാവരും കണ്ടോണ്ട് നിൽക്കുകയല്ലേ, നിനക്ക് എന്താ പറ്റിയത്? എന്തായി ആലോചിക്കുന്നേ? ത്രിവിക്രം, തൃശൂൽ വന്നോളും, നീ വെറുതെ വിഷമിക്കണ്ട. ഈ വസ്ത്രവും ആഭരണങ്ങളും പെണ്ണിന്റെ വീട്ടുകാര് ചെക്കന് കൊടുത്തോളൂ. അല്ല, ചേട്ടനെ കാണുന്നില്ലല്ലോ. ഞാനൊരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പറഞ്ഞയച്ചതാ, ഇപ്പൊ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ കൊടുത്തോളൂ. എന്തായാലും നിങ്ങൾ ത്രിവിക്രമന്റെ അച്ഛനും അമ്മയാണല്ലോ, നിങ്ങൾ കൊടുത്താലും മതിയാവും. ഗോവിന്ദ, പെണ്ണിന്റെ വീട്ടുകാരനായി നിന്ന് ത്രിവിക്രമന് സ്വർണവും വസ്ത്രവും എടുത്തു കൊടുക്ക. മരുമോനെ, നാളെ ഈ സമയമാകുമ്പോഴേക്കും നിന്റെ സ്വാതന്ത്ര്യമൊക്കെ നിനക്ക് നഷ്ടപ്പെടും കേട്ടോ. വാങ്ങിച്ചോ. എടാ, ഞാൻ തമാശ പറഞ്ഞതല്ലേ, ഇത് വാങ്ങിക്കേ. ത്രിവിക്രം, എന്തു പറ്റി? എന്തോ ആലോചിച്ചോണ്ടിരിക്കാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നോ. പിന്നെ തൃശൂലിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കാണോ? അവൻ തിരിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നീ അവനോട് സംസാരിച്ചിരുന്നില്ലേ? പിന്നെ എന്താ പ്രശ്നം? അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ എന്റെ ടെൻഷൻ. എന്താ പറഞ്ഞേ? അവൻ വരുന്നെന്ന് പറഞ്ഞതിലാണ് നിനക്ക് ടെൻഷൻ എന്നോ? എന്നുവെച്ചാ അത് തൃശ്ശൂർ തിരിച്ചു വരുമെന്നാ വീട്ടിലെല്ലാരും കരുതിയിരിക്കുന്നേ. പക്ഷേ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ? ത്രിവിക്രം, അവൻ എന്തായാലും തിരിച്ചു വരും, എനിക്കാ വിശ്വാസമുണ്ട്. നീ വെറുതെ ആലോചിക്കണ്ട. അവൻ വീട്ടിലേക്ക് വരുമായിരിക്കും. പക്ഷെ അവൻ ഇപ്പൊ എവിടെയാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. പാവം, അവൻ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി പെട്ടതാണെങ്കിലോ? എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും
എല്ലാം ശരിയായിക്കോളും. ഒരു കുഴപ്പമില്ലാതെ അവൻ തിരിച്ചു വരും. തൃശ്ശൂർ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവനപ്പം മായാങ്കിനെ അടുത്തില്ലേ? അവൾ അവനെ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞത് കള്ളമാണോ? ഇല്ല, ആദ്യം എന്താ സംഭവിച്ചെന്ന് അറിയണം. ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം.